ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നൊക്കെ ഒരു ഇറ്റാലിയൻ ബോംബുലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന റെസിപ്പിയാണ്. നിങ്ങൾ ഇതേവരെ ഡോണട്ടൊക്കെ എല്ലാവരും തീർച്ചയായിട്ടും കഴിച്ചിട്ടുണ്ടായിരിക്കും. അറിയാം, ബോംബുലിനി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ 60 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ 60 ഗ്രാം തന്നെ നമുക്ക് ഫ്രഷ് ക്രീം എടുക്കണം. ഇത് രണ്ടും കൂടി നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ 100 ഗ്രാം നമുക്ക് ന്യൂട്ടെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കാണെങ്കിൽ ഒന്നും കൂടി ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്നും വെക്കണം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കാണെങ്കിൽ 10 ഗ്രാം നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കൊന്നും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ന്യൂട്ടെല്ല ഫില്ലിങ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കാണെങ്കിൽ ചോക്ലേറ്റ് ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. 120 ഗ്രാം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഫ്രഷ് ക്രീം നമുക്കകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. 90 ഗ്രാം ഞാനാണെങ്കിൽ ഫ്രഷ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഇതും കൂടി നമുക്കാണെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിലൊന്ന് മെൽറ്റാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ അതായത് നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും, നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കകത്ത് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. 15 ഗ്രാം നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. നമുക്കാണെങ്കിൽ എപ്പോൾ വരെ നമുക്കാണെങ്കിൽ ബോംബുലിനി നമുക്ക് ഡോ ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ അതുവരെ ഒരു 1-2 മണിക്കൂർ സമയം പിടിക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ അതുവരത്തേക്ക് നമുക്ക് അതിന് വേണ്ടിയുള്ള ഡോ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ചെറിയ ഇളം ചൂട് പാല് നമ്മൾ കൈ തൊടുമ്പോൾ നമുക്ക് കൈ പൊള്ളാൻ പാടില്ല, അത്രയും വേണം എടുക്കാനായിട്ട്. 240 ml നമുക്ക് പാലെടുക്കാം. അതിനകത്ത് നമുക്കാണെങ്കിൽ 40 ഗ്രാം നമുക്കാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി നമുക്കകത്ത് 2 ടീസ്പൂൺ നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് 2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 8 ഗ്രാം കാണും. അപ്പോൾ അത്ര നമുക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് നമുക്കൊരു 10 മിനിറ്റേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നിങ്ങളുടെ ഈസ്റ്റ് ഇതുപോലെ നന്നായിട്ട് ആക്ടിവേറ്റ് ആയി വരുന്നുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് റെസിപ്പി ഫോളോ ചെയ്യാവുള്ളൂ. ഇതുപോലെ ആവുന്നില്ലെങ്കിൽ മുന്നോട്ട് ഫോളോ റെസിപ്പി ചെയ്യല്ലേ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇനി ഞാനാണെങ്കിൽ 400 ഗ്രാം മൈദ എടുത്തിട്ട് നന്നായിട്ട് അടഞ്ഞിട്ട് വേണേ എടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അടഞ്ഞെടുത്ത മൈദയ്ക്കകത്ത് നമുക്ക് ഇതിട്ട് കൊടുക്കാം. നിങ്ങൾ ബട്ടർ ആണെങ്കിൽ സോൾട്ടഡ് ആഡ് ചെയ്യുന്നെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്യുന്നെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് എന്നിട്ട് ഡോ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിനകത്ത് നമുക്കാണെങ്കിൽ എക്സ്ട്രാ 1 ടേബിൾ സ്പൂൺ പാലിൻ്റെ ആവശ്യം കൂടെ വരും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ എപ്പോഴാണെങ്കിൽ ചൂട് പാലേ ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. 1 ടീസ്പൂൺ നമുക്ക് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ടൊരു വിൻഡോ ടൈപ്പ് എന്ന് പറയത്തില്ല, അങ്ങനെ വേണം. നമ്മളിങ്ങനെ തുറന്ന് കാണിച്ചു തരാം എങ്ങനെ അതിൻ്റെ ശരിക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മളിങ്ങനെ ആക്കി നോക്കത്തില്ലേ, അപ്പോൾ നമുക്കാണെങ്കിൽ നിഴൽ നമുക്ക് കാണണം. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ ആവുന്നില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് ഒന്നും കൂടെ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ, ഇടയ്ക്കുന്ന് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ കീറിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചെയ്യണേ. നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. ഇതിൻ്റെ കുഴയുടെ അനുസരിച്ചിരിക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റിൻ്റെ സമയം പിടിക്കും കുഴച്ചെടുക്കാനായിട്ട്. നന്നായിട്ടായി കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 40 ഗ്രാം ബട്ടർ ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നമുക്ക് തീരെ ഒട്ടുന്നില്ല, കണ്ടില്ലേ. ഇനി നമുക്കാണെങ്കിൽ ഇതിനകത്ത് അധികം ചെറിയ ബോൾസ് ആക്കി എടുക്കാം. 50 ഗ്രാമിൻ്റെ അത്രയും ബോൾസ് എടുക്കുന്നത് കേട്ടോ. ഞാനിപ്പം നമ്മൾ ഓർഡറിനെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പം ഒരു മീഡിയം സൈസിൽ ബോൾസാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു 60 ഗ്രാം വരെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് റോളാക്കി ഉരുട്ടി നമുക്ക് എടുക്കണം. നന്നായിട്ടെല്ലാം ഉരുട്ടി കഴിയുമ്പോൾ നമുക്കാണെങ്കിൽ ഒരു നല്ലതായിട്ട് ഒരു നനഞ്ഞ തുണി എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം പോലെ ആവില്ല, പിഴിഞ്ഞ് നന്നായിട്ട് എടുത്തതിന് ശേഷം അത് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂറത്തേക്ക് റെസ്റ്റിന് വേണ്ടി മാറ്റി വയ്ക്കുക. 2 മണിക്കൂർ കഴിയുമ്പോൾ അത് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയൊരു ബബിൾ വരുന്നതേ ഉള്ളൂ. എണ്ണ ഒത്തിരി ചൂടായിട്ടൊന്നുമില്ല കേട്ടോ. ലൈറ്റായിട്ട് ചൂടായി മാത്രം മതി നമുക്കിത് ഇട്ട് കൊടുക്കാനകത്ത്. എന്നിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി കേട്ടോ, മറന്നു പോയത് കൊണ്ടാ. ഇനി നമുക്കാണെങ്കിൽ കാസ്റ്റർ ഷുഗർ എടുക്കാം. അതിനകത്ത് നമുക്കാണെങ്കിൽ കറുവാപ്പട്ട പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വേണം എന്നിട്ട് ഈ ബോംബുലിനി അതിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു പിച്ചാത്തിയും കൊണ്ട് ഇതുപോലെ ചെറിയൊരു പോക്കറ്റ് പോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഫില്ലിങ് നിറയ്ക്കേണ്ടത് അതിനകത്ത്. അപ്പോൾ അത് നന്നായിട്ട് പോക്കറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു 30 തൊട്ട് 40 ഗ്രാം വരെ നമുക്ക് ഫില്ലിങ്ങിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഒരു പൈപ്പിംഗ് ബാഗ് മുറിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് ഫില്ലിങ് അതിൻ്റെ പുറത്തോട്ട് വരണം, അതുവരെ നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് അമ്മക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് കാണിച്ചും കൂടി തരാം ഞാൻ നിങ്ങൾക്ക്. നമ്മുടെ ന്യൂട്ടെല്ല ബോംബുലിനി എങ്ങനെ ഉണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തുകൊണ്ട് ഒട്ടും നമുക്ക് ഫ്ലോപ്പായി പോകത്തില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നോട് പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ മക്കൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷൻ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത്. ചോക്ലേറ്റിന് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബോംബൊലിനിയും ന്യൂട്ടല്ല ബോംബൊലിനിയും റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.